കോരൻ്റെ മകൻ എന്നുള്ള രീതിയിലേക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള ഭയങ്കരമായ പരിഹാസങ്ങൾ പല ഘട്ടങ്ങളിലും വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ അതുമായിട്ട് ഇതിന് ആ രീതിയിലല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് ഒരു വലിയ ജാതിയെ മൊത്തത്തിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു ഇതൊന്നുമല്ല. നമ്മളുടെ പ്രണയത്തിലോ നമ്മുടെ ലൈംഗികതയിലോ ജാതിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെ ലൈംഗികതയിൽ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഒരാൾ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഏത് ജാതിയിൽപ്പെട്ടതാണെന്നുള്ളതിന് ഒരു ഘടകമേ അല്ല മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷെ വിവാഹത്തിൽ അത് വർക്ക് ചെയ്യും. അതായത് ഈ ജാതി ശ്രേണി പൊളിക്കുമ്പം വല്ലാതെ ഹേർട്ടാവുന്നു എന്ന് വിചാരിക്കുന്ന വിഭാഗത്തെ അങ്ങനെ വല്ലാതെ ഹേർട്ടാക്കരുത് എന്നൊരു ബോധ്യത്തിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുന്ന കേരളത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 2000-ന് ശേഷം ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ട് കാണാം, നാട്ടിലൊക്കെ പോകുമ്പം തറവാട് ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ തറവാടിത്തത്തെക്കുറിച്ചുള്ള ഈ അഭിരമിക്കലിനേക്കാൾ വലിയൊരു അശ്ലീലം കേരളത്തിൽ വേറെയില്ല. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ട് ഡയറക്ടർമാർ ഒരു ടൈറ്റിൽ കാർഡിൽ വരുന്ന സിനിമയെ പഠിച്ചത്. നമുക്ക് വേണമെങ്കിൽ സർക്കാരിന് എതിരായിട്ട് വേണമെങ്കിൽ ഒരു സിനിമയുടെ കഥ നറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലോ എന്ന് വേണമെങ്കിൽ സർഗാത്മകമായി ആലോചിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പക്ഷേ അത്രമേൽ ഒരു മാതൃകാപരമായ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സഫോക്കേഷനോ ട്രോമയോ ഉണ്ടാകുന്നത് സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടത് KSFDCയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. KSFDC നിർമ്മിച്ച അരിക് തിയേറ്ററിൽ എത്തുന്നു. സംവിധായകൻ VS സനോജാണ് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. സനോജ്, സ്വാഗതം. നമ്മൾ ഈ ഔപചാരികം സംസാരിക്കുന്നതിന് പകരം ചോദിച്ചു കഴിഞ്ഞാൽ സനോജിൻ്റെ ഒരു സിനിമയിലേക്കുള്ള ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യൻ മേഖലയിൽ വളരെ തീക്ഷ്ണമായ റിപ്പോർട്ടിങ്ങിൻ്റെയൊക്കെ തുടർച്ചയിൽ ബേണിംഗ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അത് ഇന്ത്യൻ പനോരമയിൽ വരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് അരിക് ഉണ്ടാകുന്നത്. അരിക് KSFDCയുടെ ഒരു പ്രൊജക്റ്റായിട്ട് വരുന്നു എന്നുള്ള സവിശേഷത മാറ്റി നിർത്തിയാൽ ഉറപ്പായും ഒരു ഫീച്ചർ ഫിലിം ആലോചനയിൽ വന്നൊരു സബ്ജക്റ്റ് തന്നെയായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് പല പ്രോജക്റ്റുകളും പല സബ്ജക്ട്സ് ആലോചിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം ബേണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫീച്ചർ ഫിലിമിനുമായിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ തിരക്കഥാ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അനൗൺസ്മെൻ്റൊക്കെ കാണുകയും അങ്ങനെ സംഭവിച്ചതാണ് ആ സിനിമ. ഇത് പറയേണ്ട ഒരു കഥയാണ് എന്ന് തോന്നുന്ന അർത്ഥത്തിൽ ആ രീതിയിൽ അത് റെലവൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ആ കഥ നമ്മൾ നറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൺസീവ് ചെയ്യുന്നതല്ല. അത് ഇങ്ങനൊരു പ്രോജക്റ്റിനും അത് ആപ്റ്റായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ചില കഥകൾ നമുക്ക് ചില പ്രൊഡക്ഷനുകളിൽ പറയാൻ പറ്റുന്നതിൻ്റെ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് രീതിയിലാണ് നമ്മൾ ആലോചിച്ചിരുന്നത്. വേറൊരു സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റൈറ്റിംഗ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് കാണുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുക ചെയ്തത്. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പുള്ളൊരു കാലം, 60s അങ്ങനെ ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മൾ കളറിലേക്ക് അങ്ങനെ പുതിയ കാലത്ത് സിനിമ എടുക്കുമ്പോൾ അങ്ങനെ 60s അധികം പശ്ചാത്തലമാക്കാറില്ല. പക്ഷെ പിന്നെ അതിൽ എനിക്കൊപ്പം തോന്നുന്നത് ഈ കോരൻ്റെ മകൻ ശങ്കരൻ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 2 പേരുകൾക്കും കേരള രാഷ്ട്രീയമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ പലതരത്തിൽ പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ നോക്കി കഴിഞ്ഞാൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഒരു വംശീയാക്ഷേപം അല്ലെങ്കിൽ ജാതി അധിക്ഷേപം വരുന്ന സമയത്ത് എപ്പോഴും ഈ പറയുന്ന കോരൻ്റെ മകൻ എന്ന് പറയുന്ന ഒരു സാധനം, ഒരു തെങ്ങ് ചെത്ത് തൊഴിലാളിയുടെ മകൻ എന്നുള്ള സാധനം അധിക്ഷേപമായിട്ട് പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. ശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും വേറെ രീതിയിൽ ഈ പറഞ്ഞ ഈ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ള നിലയ്ക്കും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ചർച്ചയാവുന്ന സാധനമാണ്. എന്നാൽ അതിൻ്റെ ജാതീയമായ പെർസ്പെക്റ്റീവിൽ പോലും അത് ഡിസ്കസ് ചെയ്യാറുണ്ട് EMSുമായി ബന്ധപ്പെട്ട്. ഈ പറഞ്ഞ ഒരു പേരിനപ്പുറത്ത് ഈ സിനിമ ജാതിയെ എത്രത്തോളം കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ ജാതി സംസാരിക്കുന്ന ഏതോ തരത്തിൽ അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതല്ല. അത് ജാതി സംസാരിക്കുക എന്ന് പറയുന്നത് ജാതി പറയുന്ന പോലെയാണ് എന്നൊക്കെ പറയുന്നൊരു നെറേറ്റീവ് വ്യാഖ്യാനം തന്നെയുണ്ടല്ലോ. അതെ, പക്ഷെ അത് എന്താ വെച്ചാൽ കോണ്ടെക്സ്റ്റിലാണ്. ഇപ്പം അംബേദ്കർ പറയുന്ന, അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ദളിത്സിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളി വർഗത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അംബേദ്കറിൻ്റെ നെറേറ്റീവ് വേറെയാണ്. അല്ലെങ്കിൽ അംബേദ്കറിനെ EMS ഉൾപ്പെടെയുള്ള മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാണുന്ന പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. കോരനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു സംഭവം എനിക്ക് മനീഷ് പറയുമ്പോൾ നമ്മൾ അത് ഓർക്കുന്നുണ്ടെങ്കിലും കോരൻ്റെ മകൻ എന്നുള്ള രീതിയിലേക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള
ഭയങ്കരമായ പരിഹാസങ്ങൾ പല ഘട്ടങ്ങളിൽ വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ അതുമായിട്ട് ഇതിന് ആ രീതിയിലല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോരൻ എന്ന പേരിന് ഈ പറഞ്ഞ അർത്ഥത്തിൻ്റെ വേറെ തരത്തിലുള്ള ഡെപ്ത് ഉണ്ട്. അതായത് VKൻ്റെ കഥയിൽ, അതായത് ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതുമായിട്ടുള്ള നാട്ടിലെ കുറേ അനുഭവങ്ങളുണ്ട്. ആളുകളുടെ, നമ്മുടെയൊക്കെ മുൻ തലമുറകൾ പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ അച്ഛനപ്പൂപ്പന്മാർ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പേരുകൾ ഇടുന്ന കാര്യത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന ഒരുതരം ഓട്ടോക്രസി ഉണ്ടായിരുന്നു. ഓരോ വിഭാഗങ്ങൾക്ക് പേരുകൾ ചൂസ് ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ പണിക്കാരുടെ മക്കള് അവരുടെ അവിടെ കീഴിൽ കുടിയാന്മാരായിട്ടൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൃഷിപ്പണിക്കൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റ് വേല എന്നൊക്കെ പറയുന്ന രീതിയിൽ മറ്റ് തൊഴിലുകൾ ചെയ്തിരുന്ന ആളുകളുടെ അവിടെ ഒരാൾ ജനിക്കുന്ന സമയത്ത് ആ പേരുകൾ സജസ്റ്റ് ചെയ്യുന്ന ചോയ്സിൽ പോലും ഒരു ഓട്ടോക്രസി ഉണ്ടായിരുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ VKN പറയുന്നുണ്ട്, പയ്യൻസ് മറ്റേ ഈ ചാത്തൻസിൽ പറയുന്നുണ്ടല്ലോ ആ കഥ. അതായത് ഷാപ്പിലേക്ക് പോകുന്ന സമയത്ത് ചാത്തനോട് ഉള്ള ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, സത്യത്തിൽ ഇത് കോരൻ എന്നതാണോ സ്കന്ദഹോരൻ എന്നാണ് VKN എഴുതുന്നത്, ഈ സ്കന്ദഹോരനെ നിങ്ങൾ കോരനാക്കിയതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഞാൻ ഈ പറഞ്ഞു കേട്ടുള്ള, അപ്പൂപ്പനൊക്കെ പറഞ്ഞു കേൾക്കുന്ന, നമ്മുടെ അച്ചാച്ചനൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഇവർ ഒരു പേര് സെലക്ട് ചെയ്താൽ പോലും അത് ചിലപ്പം അംഗീകരിക്കപ്പെടണമെന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അല്ലാതെ അത് ആ പേര് ഇടാൻ സാധ്യമല്ല അല്ലേ? അത് വേറെ സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് ഈ പറഞ്ഞ സവർണർക്ക് മാത്രം അനുവദിച്ച് കിട്ടിയ പേരുകൾ പാടില്ലെന്നും ആ പേര് വിളിക്കുന്നതും ആ പേരിടാനുള്ള അനുമതി കൊടുക്കുന്നതും അതിലൊരു കൃത്യമായ ഓട്ടോക്രസി, അതിനകത്ത് കൃത്യമായ ശ്രേണീബദ്ധമായ രീതിയിൽ തന്നെയാണ്. അത് നമ്മൾ ഈ മനുസ്മൃതി എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ വേറെ തരത്തിലുള്ള അപ്ലിക്കേഷൻ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിൽ വളരെ ലൈവായിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. അപ്പോൾ തമാശയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ വളരെ ചെറുപ്പത്തിൽ അച്ചാച്ചൻ്റെയൊക്കെ സമയത്ത്, ഇപ്പോൾ അവിടെ ഒരു ദളിത് ഒരു കുഞ്ഞുണ്ടാകുമ്പം തമ്പുരാൻ എന്ന് പേരിട്ടെന്ന് വിചാരിക്കൂ. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. തമ്പുരാൻ എന്ന് പേരിട്ടാൽ ആ പേര് അംഗീകരിക്കപ്പെടുമോ? കാരണം ഈ ഹൈറാർക്കി വെച്ച് ഈ പറയുന്ന ആളുകൾക്ക് ഇയാളെ എന്തായാലും ഈ പണിക്ക് വരുന്ന ആളെ തമ്പുരാൻ എന്ന് വിളിക്കില്ല. ആ പേരപ്പം മാറ്റി അവർ പറയുന്നൊരു സജഷനിലേക്ക് പേര് വരും. അപ്പോൾ പേര് വളരെ പ്രോബ്ലമാറ്റിക് ആണ് ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ട്. ശങ്കരൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശങ്കരൻ രണ്ട് ശ്രേണിയിൽ, രണ്ട് ജാതി ഘടനകളിൽ ഉള്ള ഒരു പേരാണത്. നിങ്ങൾക്ക് ഒരു കോരൻ നമ്പൂതിരി ഉണ്ടാവില്ല, പക്ഷെ ശങ്കരൻ നമ്പൂതിരി ഉണ്ട്. അതേസമയം നമ്മുടെ നാട്ടിലെ തൊഴിലാളി സഖാവായിട്ടുള്ള ഒരു ദളിതനായ സഖാവിൻ്റെ പേര് ശങ്കരേട്ടൻ എന്നായിരിക്കും. ഇത് വളരെ ചില പേരുകളിൽ മാത്രമാണ്. EMSൻ്റെ സഹോദരി നീലി അന്തർജനം എന്ന പേര് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നീലി ഉള്ള പേര് ഒഴികെ അങ്ങനെ ഇതുപോലെ ശങ്കരൻ, അങ്ങനെയുള്ള ചില പേരുകൾ മാത്രമാണ് റെയറായിട്ട് എല്ലാ വിഭാഗങ്ങളിലും യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലേ. അതേസമയം വേറൊരു പല പേരുകളും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ചില വിഭാഗങ്ങൾ ഉപയോഗിച്ച് വന്നൊരു ശീലമാണത്. അപ്പോൾ ഇതിലെല്ലാം ജാതിയുടെ ഒരു ഘടനയും അതിൻ്റെ ഒരു കൈനറ്റിക് ഫോഴ്സ് വേറെയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയുടെ സബ് ടൈറ്റിൽ ചെയ്തത് CS വെങ്കടേശ്വരനാണ്. അപ്പോൾ CS പറഞ്ഞ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ കേരളത്തിലെ ജാതിയുടെ കൈനറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കേരളത്തിന് പുറത്ത് ഈ ജാതി വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ഫോഴ്സ് എന്ന് പറയുന്നത് സെയിമാണ്. അപ്പോൾ അങ്ങനെയാണ് കോരൻ എങ്ങനെയാണ് പ്രോബ്ലമാറ്റിക് ആവുക, ശങ്കരൻ എങ്ങനെയാണ്, പേരിന് എന്തൊക്കെ പറയാനുണ്ട് എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വരുന്നത്. നമ്മളെപ്പോഴും കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ സിനിമയിലേക്ക് തന്നെ വരുന്നത് ഈ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ഒരു കൊടിയടയാള വാഹകരായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നവോത്ഥാന മുന്നേറ്റം പിന്നിട്ട മനുഷ്യർ എന്നുള്ള രീതിയിലാണല്ലോ സ്വയം അഡ്രസ്സ് ചെയ്യപ്പെടാറുള്ളത്. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മറ്റേ നമ്മുടെ ശ്യാംകുമാറിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്റിലടക്കം കാണാം എല്ലായിടത്തും ഈ പറയുന്ന ഒരു ജാതിബോധത്തിൻ്റെ, ജാതീയമായ അവഹേളനത്തിൻ്റെ സംഗതിയുണ്ട്. ഇപ്പോൾ 2-3 ഇൻസിഡൻറ്റ് തുടർച്ചയായിട്ട് വരികയാണ്. അവിടെ ഒരു ജാതീയമായ വേർതിരിവിൻ്റെ തലം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പക്ഷേ ഒരു സിനിമയുടെ കാര്യമാണ് ഇവിടെ ഇപ്പോൾ മാരി സെൽവരാജിൻ്റെയോ പാരഞ്ജിത്തിൻ്റെയൊക്കെ സിനിമ പറയുമ്പോൾ അതിലൊരു സൂക്ഷ്മ രാഷ്ട്രീയത്തെ, ജാതി രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്തിട്ട് മറ്റെവിടെയൊക്കെ ഇപ്പോൾ ഫാൻഡ്രിയൊക്കെ കാണുന്ന സമയത്ത് മറ്റെവിടെയൊക്കെയോ നടക്കുന്ന
ജാതീയമായ വിവേചനങ്ങൾ, ജാതീയമായ ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിന് പകരം ഇവിടെ സംഭവിക്കില്ല, അല്ലെങ്കിൽ ഇത് ജാതീയമാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതി അവിടെ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് എന്നുള്ള മറ്റൊരു വാദം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിനെ തള്ളുകയാണ് ചെയ്യുന്നുള്ളത്. ഈ പറയുന്ന അതൊരു തരം ഇരട്ടത്താപ്പായിട്ട് കൂടി ഉണ്ടല്ലോ. ഇവിടെ ജാതി ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ ഈ പറയുന്ന ഒരു 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 ഏതോ തരത്തിൽ ഈ പറഞ്ഞ സ്വന്തമായിട്ട് അങ്ങനെ ജാതിയുടെ പേരിൽ ഒരു മുതലെടുപ്പ് നടത്താനാണെന്നുള്ളൊരു നെറേറ്റീവാണ് എപ്പോഴും സെറ്റ് ചെയ്യപ്പെടാറുള്ളത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ ഇത് ഈ ഒരു കനപ്പെട്ട രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമ വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇപ്പം നമ്മൾ നാഗരാജ് മഞ്ചളുടെ സിനിമ കാണുമ്പോഴോ, അല്ലെങ്കിൽ കോർട്ട് കാണുമ്പോഴോ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 കാണുമ്പോഴോ, അല്ലെങ്കിൽ മാരി സെൽവരാജിൻ്റെ, പാരഞ്ജിത്തിൻ്റെ, വെട്രിമാറിൻ്റെ സിനിമ കാണുമ്പം അതിന് നമ്മൾ ഏറ്റെടുക്കും ആ രീതിയിൽ തലത്തിൽ. ഇത് വലിയ പ്രശ്നമാണ്. ഇപ്പം നമുക്ക് ശരിയാണ്, മദ്രാസ് IIT-യിൽ വലിയ ജാതി വിവേചനമുണ്ട്, അല്ലെങ്കിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അല്ലെങ്കിൽ രോഹിത് വെമുലയുടെ സംഭവമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിലേക്കാണ് ഞാൻ വന്നത്. അതായത് കേരളത്തിൽ ജാതി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഒഴുക്കിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതായത് ഇത് കൾച്ചറലി വേറെ തരത്തിലാണ് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ പൊതുബോധത്തിലുള്ള ഇരട്ടത്താപ്പുകളിൽ ഒന്ന്, ഇത് നമ്മളെ ബാധിക്കുന്നതോ നമ്മളുടെ ചുറ്റുമുള്ളതോ അല്ല എന്നുള്ള ഒരു വളരെ പ്രിറ്റൻഷ്യസായ ഒരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നത്, നമ്മൾ വിവാഹാലോചനകളൊക്കെ വരുന്ന സമയത്ത് മലയാളിയുടെ ഒരു പൊതുബോധത്തിൽ ഒരു ലിബറലിസം ഉള്ളതുകൊണ്ടും ഞങ്ങൾ വളരെ പുരോഗമനവാദികളാണെന്ന് പറയുന്ന ഫഹദിൻ്റെ കഥാപാത്രം പറഞ്ഞ പോലെ ആവശ്യത്തിന് മറ്റേ എന്താ സ്വാതന്ത്ര്യമൊക്കെ ഞങ്ങൾ കൊടുക്കുന്നു പറയുന്ന പോലത്തെ പുരോഗമനവാദമാണല്ലോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് പുരോഗമനം അനുവദിച്ചു കൊടുക്കുന്ന ഭയങ്കര, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആവശ്യത്തിന്, അപ്പോൾ അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഉൾപ്പെടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് അവർ എപ്പോഴും അത്തരം ഒരു ബൈനറിയിൽ നിന്നിട്ടാണ് സംസാരിക്കുക. അത് എനിക്ക് ഭയങ്കര കൗതുകരമായി തോന്നിയൊരു കാര്യമുണ്ട്. അപ്പം ഇപ്പോൾ ജാതി വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല. ഇവിടെ നമ്മൾ വിവാഹാലോചന വരുന്ന സമയത്ത് അത് നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരാളല്ലല്ലോ, അത് വേണ്ട എന്ന് പറയാനുള്ള അതിനൊരു തോന്നൽ, അതിനൊരു ധൈര്യമില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു പൊതുബോധം അവിടെ വിലക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞാലും ഇത് നടക്കും, ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇത് കൾച്ചറലിയാണ് ഇതിനെ ആളുകൾ ട്വീക്ക് ചെയ്യുന്നത്. അതായത് കൾച്ചറലി ജാതി പറയുന്നില്ല എന്നുള്ള ഒരു കൗശലം അല്ലേ? അതെ, ഒരു കൗശലാണ്. നേരെ ജാതി പറയുന്നില്ല. ഇല്ല, ഇപ്പൊ ജയമോഹന്റെ കഥയിലുള്ള പോലെ 100 സിംഹാസനങ്ങളിലുള്ള പോലെ ഡെപ്യൂട്ടി കളക്ടർ ദളിതൻ വന്ന അറ്റൻഡറായ ഈ പറയുന്ന ഈ സവർണ വിഭാഗത്തിൽപ്പെട്ട അയാൾ പറഞ്ഞാലോ, ഈ സീപ്പർ ഈ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞാലോ കേൾക്കില്ല. പക്ഷെ ആ സാഹചര്യം ഇല്ല കേരളത്തിൽ. പക്ഷേ നമ്മളുടെ പ്രണയത്തിലോ നമ്മുടെ ലൈംഗികതയിലോ ജാതി ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെ ലൈംഗികതയിൽ, നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ ഏത് ജാതിയിൽപ്പെട്ടതാണെന്നുള്ളതിന് ഒരു ഘടകമേ അല്ല മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷേ വിവാഹത്തിൽ അത് വർക്ക് ചെയ്യും, മരണച്ചടങ്ങിൽ അത് വർക്ക് ചെയ്യും. ഈ പറഞ്ഞ തരത്തിലുള്ള, അതായത് ഈ അടിത്തറ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഇതിൻ്റെ സ്ട്രക്ചറിനെ പൊളിക്കാതിരിക്കാനുള്ള ജാതി ബോധത്തിൽ തന്നെയാണ് സമൂഹം നിൽക്കുന്നത്. എന്നാൽ പുറമേക്ക് നമ്മൾ ജാതിക്കെതിരായ പൊതുബോധത്തിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് തിരിച്ച് ആ രീതിയിൽ തന്നെ അതിങ്ങനെ ഉറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ കൗതുകരമായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, കോൺട്രവേഴ്സ്യൽ എന്ന് പറയാവുന്ന ഒരു കാര്യം, കേരളത്തിൽ ഈഴവ സമൂഹത്തിൻ്റെ ഒരു വളർച്ച വളരെ കൗതുകരമായിട്ട് നോക്കിയിട്ടുണ്ടോ? കേരളത്തിൽ 40-കൾ മുതലുള്ള ഈഴവ സമൂഹത്തിൻ്റെ വളർച്ച, അവരുടെ സോഷ്യൽ അവർക്ക് എങ്ങനെയാണ് അവർ എൻഹാൻസ് ചെയ്ത് വരുന്നത് എന്നുള്ളതിൽ ഏറ്റവും വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും, അല്ലേ? ഈ പറയുന്ന ചെത്തു തൊഴിലാളി യൂണിയൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വരുന്നു. ഈ ഭൂപരിഷ്കരണത്തെ തുടർന്നുള്ള ഭൂമി കിട്ടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ തലമുറകൾ കുറച്ചുകൂടെ ഇക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുന്നു. ആ സമൂഹം ഇങ്ങനെ പോയി ഗൾഫ് ബൂം വരുന്നു. നല്ലൊരു വിഭാഗം ആളുകൾ ഗൾഫിലേക്ക് പോകുന്നു. അവർ കുറച്ചുകൂടെ ബെറ്ററായ ജീവിതാവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. അവരുടെ മുൻ തലമുറകൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിൽ വരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഈഴവ സമൂഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഷിഫ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. ചരിത്രപരമായി അതിലൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നീതികേടിൻ്റെ ഒരു സംഗതിയിലേക്ക് ഒരു പർട്ടിക്കുലർ വിഭാഗം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം BD ജയസ് അതിനൊരു കാരണമായിരിക്കാം.
പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ തന്നെ ആ തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിർത്തിയെങ്കിൽ ഇന്നിപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഈ ബൂമിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നത് എം.എൻ. വിജയൻ മാഷ് പണ്ട് പറഞ്ഞ പോലെയാണ്. അത് ഞാൻ പറയുന്ന ഒരു വിഭാഗം മാത്രമല്ല, ഈ പാരമ്പര്യത്തിൻ്റെ ഈ സാമ്പത്തികമായും കുറച്ച് ബെറ്റർ ആവുന്ന സമയത്ത് ഈ പാരമ്പര്യവാദങ്ങൾ തിരിച്ചു വരും, തറവാടിത്ത ബോധം തിരിച്ചു വരും, തറവാട്ട് വക ക്ഷേത്രങ്ങൾ തിരിച്ചു വരും, സാമൂഹ്യ സ്വീകാര്യത പറ്റില്ല അല്ലേ, തറവാട്ട് വക ക്ഷേത്രങ്ങൾ തിരിച്ചു വരും. ഇപ്പൊ പല കുടുംബങ്ങളിലും അതെ ക്ഷേത്രങ്ങളാവുന്നു. പഴയ അതായത് പക്ഷെ ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരു മാതൃക വേറെയാണ്. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം മാതൃക ഈ ബ്രാഹ്മണിക്കൽ മാതൃകയാണ്. നമ്മുടെ നടൻ ശ്രീരാമേട്ടൻ ശ്രീരാമേട്ടൻ തമാശയ്ക്ക് പറഞ്ഞിരുന്ന എന്നോടൊരു ദിവസം പറഞ്ഞ്, ഗൾഫിൽ എന്തോ ഒരു പരിപാടിക്ക് പോയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ അതിൻ്റെ കുറച്ച് തമാശകൾ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്, കേരളത്തിലെ നല്ലൊരു വിഭാഗം ഈഴവർക്ക് നായരെ പോലെ ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയും. അവരുടെ മോഡൽ അതാണ് എന്നുള്ള തോന്നല. ഞാൻ പറഞ്ഞത് അത് പല വിഭാഗങ്ങൾക്കുണ്ട്. അത് ദളിത്സിൽ തന്നെ കുറച്ച് പ്രിവിലേജ്ഡ് ആയി തുടങ്ങുമോ, അല്ലെങ്കിൽ കുറച്ച് ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ മാറി വരുമ്പം അവരുടെ ചോയ്സസുകളിൽ കയറി വരുന്ന അതിനൊരു ജാതീയമായിട്ട് അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു സാമ്പത്തിക മേൽക്കോയ്മയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുമ്പം അവരുടെ പല മനുഷ്യരും ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ വരുന്ന മാറ്റങ്ങളിൽ ഈ ഇത്തരത്തിലുള്ള കൾച്ചറൽ ഇൻഫ്ലുവൻസസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ കുഴഞ്ഞു പറഞ്ഞാണ് ഇവിടെ കിടക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ എവിഡൻ്റ്ലി വിസിബിളാണ് കേരളത്തിന് പുറത്തുള്ള ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജാതി സ്ട്രക്ചറലി അവരുടെ വിവാഹത്തിൽ, അവരുടെ മരണത്തിൽ, അവരുടെ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്ന അറിവുകളിലെല്ലാം തന്നെ ജാതിയുണ്ട്. പക്ഷേ അവരുടെ സാമൂഹികമായ പൊതുബോധത്തിൽ, അവരുടെ നിത്യജീവിതത്തിൽ, അവരുടെ സൗഹൃദങ്ങളിൽ, അവരുടെ ചിലപ്പോൾ പ്രണയത്തിലോ അല്ലെങ്കിൽ അവരുടെ ലൈംഗികതകളിൽ ഉറപ്പായും ജാതി വേണ്ടതില്ല. അപ്പോൾ ഏതിലൊക്കെ ജാതി വേണമെന്ന് കൃത്യമായി മലയാളിക്ക് അറിയാം. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിൽ ഈ വിഷയം വരുന്നത്. ഇപ്പോൾ ദീപയുടെ പ്രശ്നം MG യൂണിവേഴ്സിറ്റിയിലോ മറ്റോ ഉണ്ടായതും, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടാവുന്നതും, ഈ അതായത് ഇവിടുത്തെ അധ്യാപകരുടെ നിയമനത്തിൽ ഈ സംവരണങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് റിസർച്ച് ചെയ്ത് പുറത്തു വിട്ടിരുന്നല്ലോ. അതിൻ്റെ റിസർച്ച് അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണുന്നുണ്ട്. മറ്റൊന്ന് എനിക്ക് കൗതുകരമായി തോന്നിയൊരു കാര്യം, നമ്മളെ ഈ ദളിത് വിഭാഗത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുന്നു ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ദളിത് സമൂഹത്തെ കമ്പയർ ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ദളിത് സമൂഹത്തെക്കാൾ ബെറ്റർ ആണല്ലോ എന്നുള്ളതാണ്. അതായത് നമ്മളെക്കാൾ കുറച്ചുകൂടെ മോശം സാഹചര്യത്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മറ്റൊന്ന്, കേരളത്തെ കമ്പയർ ചെയ്യുന്നതും അങ്ങനെയാണല്ലോ. രക്ഷാകർതൃത്വ സ്വഭാവത്തിലാണ് പറയുന്നത്. അതെ, രക്ഷാകർതൃത്വ സ്വഭാവമാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം ഞാൻ ഈ അടുത്ത് നമ്മുടെ തന്നെ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നോക്കിയാൽ, ഇപ്പം സഖാവ് കെ രാധാകൃഷ്ണൻ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമയത്തൊക്കെ ചെയ്ത ഒരാളാണ്. എല്ലാവരും തന്നെ. അപ്പോൾ പക്ഷെ ഞാൻ പറയുന്നത്, ഇവരെല്ലാം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്, ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇപ്പം പ്രീ മെട്രിക് ഹോസ്റ്റലുകളുടെ ശോചനീയാവസ്ഥ ഞങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ പുതിയ കെട്ടിടം പണിതു, പിന്നെ അവരുടെ കുറച്ച് സ്റ്റൈഫൻഡുകൾ ഉണ്ടായിരുന്നത് പെൻഡിങ് ഉണ്ടായിരുന്നു, ഡ്യൂസ് ഉണ്ടായിരുന്നത് ഞങ്ങൾ കൊടുത്തു തീർത്തു എന്നൊക്കെ പറയുന്ന സർക്കാരുകൾ ഒരു അവകാശവാദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ സൊസൈറ്റിയിൽ. എങ്ങനെയാണ് ഇപ്പം നമ്മൾ ആഫ്രിക്കൻ നെഗ്രിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പറയില്ലേ, ആ സമൂഹത്തിനെ എങ്ങനെയാണ് മൊത്തത്തിലുള്ള എൻഹാൻസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പോളിസി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പോളിസിയിൽ നിന്നൊക്കെ ഇവിടുത്തെ സർക്കാരുകൾ പുറകോട്ട് പോയി. എനിക്ക് മുന്നേറ്റം ആവശ്യമാവുന്നില്ല. അതെ, ആ പോളിസിയിൽ നിന്ന് തുടക്കത്തിലേ പുറകോട്ട് പോയിട്ടുണ്ട്. ഭൂപരിഷ്കരണത്തിൽ തന്നെ തർക്കമുണ്ടല്ലോ. ഈ ഭൂമി ആർക്കാണ് കിട്ടിയത് എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ എങ്കിലും നമുക്കറിയാം ഈ പറയുന്ന ഇടതുപക്ഷമാണ് കുറേ കാര്യങ്ങളെങ്കിലും ചെയ്തത് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടെ തന്നെയാണ്, അത്ര ചരിത്രപരമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത്, ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരാൻ ഒരുപക്ഷെ കഴിയുമായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇപ്പോൾ അവർ പോലും ഇവിടുത്തെ മൊത്തത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ കുറച്ച് ബെറ്റർ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശവാദത്തിൽ മാത്രമായി. അവകാശവാദം തന്നെ ഒരു മഹാസാധ്യതയെ, അതാണ് താല്പര്യത്തെക്കാൾ ഈ പറഞ്ഞ അങ്ങനെ ആ ഒരു അല്ലെ, ആ ഒരു ജാതി ശ്രേണി അങ്ങനെ അപ്പാടെ പൊളിച്ച് കളയണ്ടെന്നുള്ളൊരു. അതായത് ഈ ജാതി ശ്രേണി പൊളിക്കുമ്പം വല്ലാതെ ഹേർട്ടാവുന്നു എന്ന് വിചാരിക്കുന്ന വിഭാഗത്തെ അങ്ങനെ വല്ലാതെ ഹേർട്ടാക്കരുത് എന്നൊരു ബോധ്യത്തിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പോകുന്നത്. ഞാൻ ഈ അരിക് എന്ന് പറയുന്ന സിനിമ ഉറപ്പായി അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ ഉള്ളടക്കം നമ്മളിപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം ആരി സെൽവരാജിൻ്റെയും
പിന്നെ ഫാൻട്രി അടക്കമുള്ള സിനിമകളൊക്കെ ഡിസ്കസ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ പാരഞ്ജിത്തിൻ്റെ സിനിമയൊക്കെ വളരെ ഊർജ്ജസ്വലരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ആളുകൾ ഉറപ്പായും അരിക് ചർച്ച ചെയ്യാൻ ആവുമോ എന്നുള്ള ചോദ്യം തന്നെയുണ്ട്. അതേ നിലയ്ക്ക് നമ്മൾ ഈ ഇരട്ടത്താപ്പാവടി പ്രതിഫലിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ അരിക് മുൻനിർത്തി കൂടി ചോദിക്കുകയാണ്. കാരണം സനോജിനെ സംബന്ധിച്ചുള്ള ദീർഘകാല പത്രപ്രവർത്തന ജീവിതമുണ്ട്. അത് ഉത്തരേന്ത്യയിലാണ്. അവിടെ ഈ പറയുന്ന ജാതീയമായ ആക്രമണങ്ങൾ, ഈ പറയുന്ന ഈ ഒരു മിലിറ്റന്റ് സ്വഭാവത്തിൽ തന്നെ ഈ സവർണ സമൂഹം രൂപീകരിച്ചിട്ടുള്ള ജാതി ആക്രമണങ്ങളും അത്തരം ഇൻസിഡൻറ്റിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്, നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഈ പറയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇതൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ദളിതര് മുഖ്യപരിഗണനയാവുന്ന ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിഗണനയാവാത്ത സാഹചര്യമാണോ ഉള്ളത് എന്നുള്ളത് ഞാൻ സ്പെസിഫിക് ആയി ചോദിക്കുന്നത് വെച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ളൊരു കൂടിയുള്ളൊരു അനുഭവ പരിസരത്ത് ചോദിക്കുന്നത്. ഇത് അതായത് നമ്മൾ ജേർണലിസത്തിൽ നേരത്തെ BBC-യിൽ എത്ര ബ്ലാക്സ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയ ഡിസ്കഷൻ ഒരു കാലത്ത് നടന്നിരുന്നു. നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് ചർച്ചകളുടെ സമയത്ത് BBC-യിൽ എത്ര. അപ്പോൾ BBC അതിൽ കൊണ്ടുവന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മേഖലയിലുള്ള അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ ജേർണലിസം മേഖലയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതിനുവേണ്ടി ഒരു ഓറിയൻറ്റേഷൻ ഒരു സമയത്ത് BBC നടത്തിയിരുന്നു. അതൊരു വലിയ നീക്കമായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ മറ്റോ വർക്ക് ചെയ്തിരുന്ന നേരത്തെ ഹിന്ദുവിലുണ്ടായിരുന്നൊരു അദ്ദേഹത്തിൻ്റെ സുബ്രഹ്മണ്യം അങ്ങനെ എന്തോ പേര്, പുള്ളിയുടെ ഒരു വലിയ സ്റ്റഡി വന്നു അതുമായി ബന്ധപ്പെട്ട്. ഇന്ത്യയിൽ എത്ര ദളിത്സ് ഉണ്ട് ജേർണലിസത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമ ലോകത്ത് എത്ര ദളിതരുണ്ട് എന്ന് പറഞ്ഞൊരു വലിയ ഡിസ്കഷൻ സിദ്ധാർത്ഥ വരദരാജൻ അതിനെക്കുറിച്ചൊരു നല്ല രസമുള്ള സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വേറെ തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ജാതി വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതല്ല. പക്ഷേ എത്ര പേർക്ക് ഇത്തരം മേഖലയിൽ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ജേർണലിസത്തിൽ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു മാധ്യമ ശ്രദ്ധയുള്ള ഒരു ട്രാക്ഷനുള്ള ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ജേർണലിസത്തിൽ. പക്ഷേ എത്ര മേഖലയിൽ നിന്ന്, അല്ലെങ്കിൽ എത്ര മേഖലകളിൽ നിന്ന്, എത്ര ഗ്രാമങ്ങളിൽ നിന്ന് അവിടേക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റും, ആ മീഡിയയിലേക്ക്, ന്യൂസ് റൂമിലേക്ക് എത്താൻ പറ്റും. രണ്ട് രീതിയിലുണ്ട്. ന്യൂസ് റൂമിലേക്ക് എത്ര പേർക്ക് എത്തും, ന്യൂസ് റൂമുകൾ എത്രത്തോളം അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അതെ, രണ്ട് രീതി നോക്കുവാണെങ്കിൽ എനിക്ക് നമ്മൾ അണ്ടർ റിപ്പോർട്ടഡ് എന്നാ പറയാം. അതെ, ഈ പിന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി അണ്ടർ റിപ്പോർട്ടഡ് ഏരിയ എന്നാണ് പറയുക. അതിൻ്റെ തന്നെ തുടർച്ചയെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലം നോക്കിയാലും ഒരു പോഷകാഹാരക്കുറവ് ഉണ്ടോ, അല്ലെങ്കിൽ ആന ചവിട്ടിയോ, അല്ലെങ്കിൽ ഒരു മോബ് ലിഞ്ചിങ്ങൊക്കെ പോലുള്ളൊരു മരണത്തിൻ്റെ തുടർച്ചയിലാണ് വാർത്തയും വാർത്താചിത്രവും വാർത്താ സംഘമൊക്കെ ഈ പറയുന്ന എല്ലാ ഈ ആദിവാസി മേഖലയിലാണെങ്കിലും ദളിത് മേഖലയിലാണെങ്കിലും എത്തിച്ചേരുന്നത്. അതല്ല, പരമ്പര ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന മാധ്യമ അവാർഡിന്റെ പരമ്പര ചെയ്യാൻ വേണ്ടി മാത്രം നിലമ്പൂരിലെ മറ്റേ ഈ ചോലനായ്ക്കർ വിഭാഗത്തിന്റെ കഥയും വയനാട്ടിലെ കഥയും മാത്രം കൃത്യമായ ആ സമയത്ത് പരമ്പര എഴുതുന്ന മാധ്യമ സുഹൃത്തുക്കളെ നമുക്കറിയാം. ഞാൻ പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള മാറ്റം, അവർക്കുണ്ടായിട്ടുള്ള ക്ഷേമത്തെ നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പി സായിനാഥ് ഗ്രാമത്തിൽ പോകുന്നു. പി സായിനാഥ് അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിൻ്റെ ഒരു ലേഖകന്, ഫ്രണ്ട് ലൈൻ്റെ ഒരു ലേഖകൻ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയിട്ട് ഈ പറയുന്ന വിദർഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അതൊരു വലിയ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാനപ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ ബസ്തറിൽ ഒരു നമ്മുടെ മുകേഷ് ചന്ദ്രാകർ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ഇപ്പോൾ കൊല്ലപ്പെട്ടില്ലേ. ബസ്തറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ജേർണലിസ്റ്റ് NDTVയുടെ ന്യൂസ് റൂമിൽ അങ്ങനെ, അല്ലെങ്കിൽ IBNൻ്റെ ന്യൂസ് റൂമിൽ, അല്ലെങ്കിൽ ഒരു സീനിയർ പോസ്റ്റിൽ നമുക്ക് അങ്ങനെ എത്ര പേരെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ഈ രീതിയിലുള്ള ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടി നമ്മൾ ഒരുപക്ഷെ സർക്കാരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ അവരെ കണ്ടെത്തുക തന്നെ വേണം. അതാണ് അതിനകത്തൊരു പ്രശ്നം. നമുക്കങ്ങനെ ഇപ്പം നമ്മൾ ജേർണലിസത്തിൻ്റെ എൻട്രൻസ് എഴുതുന്ന സമയത്ത് ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസത്തിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MCJ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ടെന്ന് ഒരുപക്ഷെ അറിയാത്ത വീടുകളുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ വീട്ടിലെ കുട്ടികൾക്കും ഇത് പഠിക്കണമെന്നുണ്ടാവും. അറിയില്ല, എക്സ്പോഷർ ഉണ്ടാവില്ല. ഇതൊരു പ്രശ്നമാണ്. അതിൽ നിന്ന് അവരൊരു നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന അവരുടെ പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് അവരെ സജ്ജരാക്കാവുന്ന തരത്തിലേക്ക് അവരുടെ മൊത്തം ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഡ്രാസ്റ്റിക് സോഷ്യൽ
അവർക്കൊരു ഒരു ഗ്യാതറിങ്ങിന് ഒരു ഇൻ്ററാക്ഷന് പറ്റുന്ന തരത്തിലേക്ക് അവരെ മോൾഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ഇവർ ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ മേഖലയിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അത് നമ്മളിപ്പം സംസാരിച്ചു. സിനിമയെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ട് ഒരു വലിയ ജാതിയെ മൊത്തത്തിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു ഇതൊന്നുമല്ല. ഇത് ഒരു കഥാചിത്രം എന്ന് പറയുന്നു. നമ്മളൊരു കഥയെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ മറ്റേ ഫിഞ്ചറൊക്കെ പറയുന്ന പോലെ സ്റ്റോറി ടെല്ലിംഗ് ഒന്നുമല്ല, ഒരു സ്റ്റോറിയെ ഉപയോഗിച്ചിട്ട് എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കലാണ് എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. പക്ഷേ അതിൽ നമ്മൾ എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഈ മാറ്റമുണ്ട്. ഇപ്പോൾ 60കളിൽ ഉണ്ടാകുന്ന മാറ്റം, 80കളിൽ കേരളത്തിലുണ്ടായിട്ടുള്ള കുറേ ചേഞ്ചസ് ഉണ്ട്. ഈ പറയുന്ന പോലെ ദളിത് വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള മാറ്റമുണ്ട്. അവർ കുറേ കൂടെ ആ രീതിയിൽ സോഷ്യൽ റിഫോർമേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിൽ മാറി. ഒരുപാട് പേര് തൊഴിൽ മേഖലയിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടും ഒക്കെ വന്നു. വലിയ രീതിയിൽ റിസർച്ചും മറ്റു രീതിയിൽ അക്കാഡമിക്കായിട്ടൊക്കെ ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ 2020കളോടുകൂടെ അല്ലെങ്കിൽ 2014 ശേഷമൊക്കെ വേറെ തരത്തിലുള്ള തറവാടിത്ത ഘോഷണങ്ങൾ കൂടുന്നുണ്ട്. അല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുന്ന കേരളത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 2000-ന് ശേഷം ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്തിട്ട് കാണാം, നാട്ടിലൊക്കെ പോകുമ്പം തറവാട് ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ തറവാടിത്തത്തെക്കുറിച്ചുള്ള ഈ അഭിരമിക്കലിനേക്കാൾ വലിയൊരു അശ്ലീലം കേരളത്തിൽ വേറെയില്ല. അല്ലെങ്കിൽ അത് കേരളത്തിൽ നിന്നല്ല, ഏത് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മോശം കാര്യം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണ് ഈ തറവാടിത്തത്തിലുള്ളത്? 4 തലമുറകൾക്കപ്പുറം നമ്മുടെ അച്ഛനും അമ്മയും ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ 4-5 തലമുറയ്ക്ക് മുൻപ് ആരായിരുന്നു തന്തയെന്നോ തള്ളയെന്നോ വിളിക്കുന്നത്? ആരെയാണ്? അത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്നത്, അല്ലേ? മാത്രമല്ല അത് ഭയങ്കര സങ്കരമായിട്ട് വന്നതല്ലേ, എത്രയോ മിക്സ് ചെയ്ത് വന്നതാണ്. എവിടെ നിന്നൊക്കെയോ വന്ന് ഒരു ഇൻവേഷൻ്റെ ഭാഗമായി വന്ന മനുഷ്യന്മാരാണ്. ഇങ്ങനെ ഇടകലർന്ന ഒരു സമൂഹം ഭയങ്കരമായ ജാതി, അല്ലെങ്കിൽ ജാതിയെ മാറ്റിയിട്ട് അവരിപ്പോൾ തറവാട്ട് പാരമ്പര്യങ്ങളിൽ അഭിരമിക്കണം. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇൻക്ലൂസീവ് ജാതിയാണത്. ഇപ്പം അത് പറയാൻ പറ്റാത്തത് കൊണ്ട് തറവാടുകൾ അതിൻ്റെ നമ്മുടെ തറവാടിന് പറ്റിയൊരു കുട്ടിയല്ല എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ചേർന്ന ആളല്ല എന്ന് പറയുന്നത് കൾച്ചറലി ഒരു മോശം കാര്യമാണ്. ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജാതി തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനെ കുറേയൊക്കെ പൊളിച്ചത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവരാണ്. കാരണം ഈ മിശ്ര വിവാഹ പ്രസ്ഥാനങ്ങളും മിശ്ര വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കുറേ അതിനെ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ ഘട്ടങ്ങളിലും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ദളിത് ഭയങ്കര കൺഫ്യൂസ്ഡാണ് എല്ലാ കാലത്തും തോന്നിയിട്ടുണ്ട്. അംബേദ്കർ പോലെ അവസാനം ബുദ്ധമതം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മായാവതിയുടെ ഒരു വലിയ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മായാവതിയുടെ രാഷ്ട്രീയ യാത്ര നോക്കൂ, CK ജാനുവിൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് നോക്കൂ, എവിടെ ചെന്ന് ഈ സ്വത്വവാദത്തിൻ്റെ ഒക്കെ ഉള്ള ഒരു പ്രശ്നം അതിലേക്കും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇന്ത്യൻ ദളിത് എല്ലാ കാലത്തും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇവർ പല ജംഗ്ഷനുകൾ വന്നു നിന്നിട്ടുണ്ട്, പല ധാരകളിൽ കയറിപ്പോയിട്ടുണ്ട്, പിന്നീട് എലിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവർ എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്നത്. കേരളത്തിലൊരു സമയത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ദളിത്സ് എന്ന് പറയുന്നത് CPM-ൻ്റെ ഒരു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ബ്ലോക്കായിരുന്നല്ലോ, ഈഴവരും ദളിത്സും. അത് ചെതറിപ്പോവുകയും ഇപ്പോൾ BJP-യിലേക്ക് ധാരാളമായിട്ട് ദളിത്സ് പോകുന്നുണ്ട്. ഒരുപാട് യുവാക്കൾ BJP-കാരായി, RSS-ൻ്റെ മറ്റ് ശാഖകളിൽ പ്രവർത്തിക്കുന്നവരായി മാറി. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഒരുമിച്ച് ഒരു ബന്ധം കെട്ടിപ്പടുക്കപ്പെടും എന്ന് വിചാരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ VHP കുംഭമേള നടക്കുമ്പോൾ അവിടെ നടത്തുന്നുണ്ട്. ക്ഷേത്രങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് നടത്തി. അപ്പോൾ അതിൽ ഈ വനവാസി കല്യാണിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ RSS ട്രെയിൻ ചെയ്തെടുത്ത അല്ലെങ്കിൽ അവർ ട്രെയിനിങ്ങിൽ വന്ന ആദിവാസി കുട്ടികളെ അവിടെ 10,000 വളണ്ടിയർമാരെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെയും പറയുന്നത് ബുദ്ധ സന്യാസിമാർ മുതൽ ആദിവാസികൾ വരെ ഒറ്റ ഒരു ഇതിൻ്റെ കീഴിൽ, ഒരു ഫോമിൻ്റെ ഒരു സംഘടനയുടെ കീഴിൽ വരുന്നു എന്നുള്ളതാണ് VHP-യുടെ RSS-ൻ്റെ പ്ലാൻ. അപ്പോൾ ആ തരത്തിലേക്ക് ദളിത്സ് ഉൾപ്പെടെ ചെതറിപ്പോയി. അപ്പോൾ എനിക്ക് അറിയാവുന്നൊരു കാര്യം, 2017 UP തെരഞ്ഞെടുപ്പിൽ 2 പട്ടികവർഗ മണ്ഡലങ്ങൾ 2ഉം BJP-യാണ് ജയിച്ചത്. ഇതൊക്കെ തന്നെ എങ്ങനെയാണ് റൂട്ടഡായിട്ട്. അപ്പോൾ ആ തരത്തിലേക്ക് കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ മാറി. അതിന് ഡിസപ്പോയിൻമെൻറ്റ്സ് കാരണമുണ്ട്, അല്ലാത്ത കാരണങ്ങളുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് മറ്റ് വിഭാഗങ്ങൾക്ക് ഈഴവർക്ക് ഉൾപ്പെടെ സംഭവിച്ചത്. പക്ഷേ ഇതിന് ആ രീതിയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്തിരുന്നില്ല ഒരു സമയത്ത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെയാണ്, കുറച്ച് കാലം മുമ്പ് പട്ടികജാതി ക്ഷേമ സമിതി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അത് തന്നെ. പക്ഷേ ഈ സ്വത്വവാദത്തെ എങ്ങനെ അംഗീകരിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും അതിനകത്ത് കിടക്കുന്നു.
ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇത് സിനിമയുമായി ബന്ധപ്പെട്ടല്ല, പക്ഷേ ഈ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഥ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ കഥ ആലോചിച്ചപ്പം എനിക്ക് അറിയാവുന്നൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഞാൻ കുന്നംകുളം അല്ലെങ്കിൽ തലപ്പള്ളി താലൂക്കിൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നിരിക്കാം, കോവരൻ എന്ന് പറയുന്ന ഒരാളുണ്ടാവാം, അയാൾക്ക് ശങ്കരൻ എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിലേക്ക് കുറേ കേട്ട മനുഷ്യന്മാരുടെ എലമെന്റ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശങ്കരൻ, ശിഖ. അപ്പം ശിഖയെ പിന്നീട് അപ്പം ശിഖയുടെ കാലം വരുമ്പോഴത്തേക്കും അത് കേരളം UP ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് അവരുടെ ജീവിതം. അപ്പോഴെല്ലാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അത് എത്ര കണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പൊതുവെ ഇപ്പം ഞാൻ പറയുന്നത് നമ്മളിപ്പം നേരിട്ട് കമേഴ്സ്യൽ പശ്ചാത്തലത്തിലുള്ള താരകേന്ദ്രീകൃതമായിട്ടുള്ള സിനിമ വരുന്ന സമയത്ത് അതിനോടുള്ളൊരു മുൻവിധിയല്ല കുറച്ചുകൂടി ഒരു ഇൻഡിപെൻഡൻസ് സ്വഭാവത്തിൽ വരുന്ന സിനിമയ്ക്ക്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സനോജ് ഒരു മുഖ്യധാര മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തുടർ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ സ്റ്റോറീസും ഫീച്ചർ റൈറ്റിങ്ങും പുസ്തകം അടക്കം അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. സിനിമയുടെ കാര്യ സമയത്ത് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഡ്രിവൺ ആയിട്ടുള്ള സിനിമ വേണം, അങ്ങനെ ഒരു ചട്ടക്കൂടിന് പുറത്തേക്കാണല്ലോ ചിന്തിക്കുന്നത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ ആണ് ഇതിനെ പരിഗണിച്ചിരിക്കുന്നത്. പരിഗ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്കാണ് എത്തുന്നത്. തിയേറ്ററിൽ എത്തുന്നവർക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ മുൻവിധികൾ വന്നേക്കാലോ. അരിക് എന്നുള്ള പേര് സ്വാഭാവികമായിട്ടും KSFDC നിർമ്മിക്കുന്ന സിനിമ ഇതൊരു അവാർഡ് പടമാണ്, ഫെസ്റ്റിവൽ പടമാണ് എന്ന് പറഞ്ഞൊരു വേർതിരിവ് ഒരു മുൻവിധിയായി മാറാമല്ലോ. എന്താണ് ശരിക്കും ആ സിനിമയെക്കുറിച്ച് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാവുന്നത്? അത് ഒരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അത് നമുക്കതിനെക്കുറിച്ചൊരു ആശങ്കയെല്ലാം എപ്പോഴും ഉണ്ട്. സത്യത്തിൽ ഞാൻ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു സിനിമ നരേറ്റീവ്, എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന പാറ്റേണിലല്ല ഉള്ളത് സിനിമ. നമ്മൾ ഇപ്പോൾ ബ്രെത്ത്ലെസ് എന്ന് പറയുന്ന സിനിമ 60s വരുമ്പോൾ ഗോദാർദിൻ്റെ സമയത്ത് ഫാസ്റ്റ് കട്ട്, എങ്ങനെയാണ് ഫാസ്റ്റ് കട്ടുകൾ അന്ന് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അല്ലേ? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാർ ചേസ് എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ 80കളിൽ പോലും ഇവിടുത്തെ സിനിമ പക്ഷെ ഈ പറയുന്ന പാറ്റേണുകൾ, അതെ, എന്തിനാണ് ആ പാറ്റേണുകൾ തുടർന്നതെന്ന് തന്നെ എനിക്കറിയില്ല. അതൊരു പക്ഷെ അവരുടെ നരേറ്റീവ് രീതിയായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പാറ്റേണിൽ കുടുങ്ങി കിടക്കുന്ന യാതൊരു തരത്തിലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സിനിമയെക്കുറിച്ച് നമ്മൾ പക്ഷെ അതേസമയം ഒരു മധ്യവർത്തി സിനിമയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേണാണ്. ഒരു പക്ഷെ 2 തരത്തിൽ ചിന്തിക്കാവുന്ന, അല്ല 2 തരത്തിൽ അത് കാണാവുന്ന ഒരു സാധ്യത ഉണ്ടാക്കണം എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ച്. ഉൾക്കനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് വളരെ എന്താ പറയാ ഒരു അധികമാനം ഉണ്ടാക്കാനുള്ള വളരെ. പിന്നെ ഈ പ്രോജക്റ്റിനെ സംബന്ധിച്ചൊരു ഒരു പ്രത്യേകത എന്നുള്ളതും ഒരു പ്രശ്നം എന്നുള്ളതും ഇതിൻ്റെ ഇപ്പം നമുക്കൊരു കഥ പറയുന്നതിനുള്ള പരിമിതി, ഇതിൻ്റെ ബഡ്ജറ്റ് പരിമിതിയുണ്ട്. നമ്പർ ഓഫ് ഡേയ്സിൽ തന്നെ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. ഇങ്ങനെ കുറേ ഹിൻഡ്രൻസിൽ നിന്നാണ് നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പരിമിതിയെ സർവൈവ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇതേ കഥ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത്. അതർവൈസ് നമുക്ക് ഇപ്പോൾ വളരെ വിശാലമായ അർത്ഥത്തിൽ ഒരു നരേറ്റീവാണ്. ഇപ്പം നമ്മൾ 60കളിൽ മുതലുള്ള ഈ കാലഘട്ടം വരെയുള്ള ഒരു കഥ, 3 തലമുറയുടെ കഥ പറയുമ്പോൾ അതിൻ്റെ സോഷ്യൽ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ നമുക്ക് എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് സ്വാഭാവികമായി കടന്നു വരുമല്ലോ പശ്ചാത്തലം. അത് പറയാൻ വേണ്ടി നമ്മളൊരു 2 വർഷം എടുത്ത് ഒരു 3 മാസം ഷൂട്ട് ചെയ്ത് പിന്നീട് ഒരു 6 മാസം ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ മാറ്റി ഷൂട്ട് ചെയ്ത് അങ്ങനെയും ഈ സിനിമ ചെയ്യാം. പക്ഷേ ഇങ്ങനെയാണ് ഞങ്ങളുടെ മൊഡ്യൂൾ. ഇതിൽ നിങ്ങൾ ഈ കഥ പറയാൻ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും, നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആ ചലഞ്ച്. അതിൽ നമ്മൾ ടെക്നിക്കലി ഏറ്റവും എങ്ങനെ ഇതിനു വേണ്ടി എത്ര കണ്ട് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. അതുകൊണ്ടാണ് ഈ റെമ്യൂണറേഷൻ ഉൾപ്പെടെയുള്ളതിൽ ഒരുപാട് പേര് അല്ലേ. അതെ, റെമ്യൂണറേഷൻ നമ്മൾ അതിൽ കട്ട് ഓഫ് ചെയ്തിട്ട് പകരം ടെക്നിക്കലി കൂടുതൽ ആർട്ടിലേക്ക് മനീഷ് മാധവനെ പോലെ ഇപ്പോൾ ഇലവഴിയൊക്കെ ചെയ്ത എല്ലാവർക്കും അറിയാവുന്ന രസകരമായി ഷൂട്ട് ചെയ്യാൻ അറിയുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ വരും. അതെ, റോന്ത് ചെയ്ത, അല്ലെങ്കിൽ നടന്ന സംഭവം ഉൾപ്പെടെയുള്ള സിനിമകളെല്ലാം ചെയ്തിട്ടുള്ള സഞ്ജുവിൻ്റെ പടമൊക്കെ അതിന് അവാർഡ് കിട്ടിയതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമാറ്റോഗ്രാഫർ വരുന്നു. ഈ ആരി തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അനമോർഫിക്കിൽ തന്നെ ലെൻസ് അനമോർഫിക് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു. അങ്ങനെ 2 ക്യാമിൽ ഷൂട്ട് ചെയ്യുന്ന ഗോകുൽദാസിനെ പോലെ മലയാളത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഡയറക്ടർ എന്നൊക്കെ പറയാവുന്ന, തുറമുഖവും ജല്ലിക്കെട്ടും ചുരുളി ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ മലയക്കോട്ടയൊക്കെ ഉൾപ്പെടെ ചെയ്ത ഗൂഗിൾ ആർട്ട് ചെയ്യുന്നു. രാധാകൃഷ്ണൻ, ഇപ്പോൾ അന്നേ റസൂൽ നാഷണൽ അവാർഡ് കിട്ടിയ രാധാകൃഷ്ണൻ സൗണ്ട് ചെയ്യുന്നു. വിജയേട്ടനെ, ബിജുവാലിനെ പോലെ
ഒരു എല്ലാവർക്കും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ശ്രീജിത്ത് ഗുരുവായൂരാണ്, ശ്രീജിത്താണ് മേക്കപ്പ് ലൂസിഫർ എമ്പുരാനൊക്കെ ചെയ്യുന്ന ശ്രീജിത്താണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ചെയ്തിരിക്കുന്ന അജയൻ ചാലിശ്ശേരിയാണ്. പക്ഷേ ടൈറ്റിലും അല്ലേ? അതെ, ടൈറ്റിലും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആർട്ട് ഡയറക്ടർമാർ ഒരു ടൈറ്റിൽ കാർഡിൽ വരുന്ന സിനിമയെ പഠിച്ചു. പക്ഷെ ഇതെല്ലാം ഇതൊരു വലിയ അവകാശവാദമല്ല, പക്ഷെ ഇതെല്ലാം ഈ സൗഹൃദത്തിൽ നിന്നും കൂടിയാണ്. അപ്പൊ ഈ ബഡ്ജറ്റിൽ ഈ സിനിമയ്ക്ക് ഇവരെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതല്ലാതെ അവരെല്ലാവരും കൂടിച്ചേർന്ന് വന്നു എന്നുള്ളതാണ് അതിനകത്തുണ്ടായൊരു. പിന്നെ സിനിമ എന്നൊരു പാഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതിയൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ബജറ്റിന്റെ പരിമിതിയൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ നേരത്തെ പറഞ്ഞതിന്റെ തന്നെ തുടർച്ചയാണ്. ഇത് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു സംഗതി വിഭാവനം ചെയ്യുന്നു. വനിതകൾക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാൻ, അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആശയം, ഭയങ്കര മഹത്തായ ഒരു ആശയം രൂപീകരിക്കുന്നു. പക്ഷെ അതിൻ്റെ എക്സിക്യൂഷൻ സംബന്ധിച്ച് ഇതിൻ്റെ തുടക്കം മുതൽ ഇപ്പം ഏറ്റവും ഒടുവിൽ വരാനിരിക്കുന്ന സിനിമയുടെ ആളുകൾക്ക് വരെ തുടർച്ചയായ പോരാട്ടങ്ങൾ, പ്രതിഷേധങ്ങൾ, പരാതികളായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം സനോജ് അടക്കമുള്ളവർ അതിൽ തുറന്ന് പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ്. ശരിക്കും ഈ പറഞ്ഞ സിനിമ ഉണ്ടാക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഭയങ്കര ഒരു ക്രിയേറ്റീവ് ഫുഡ്. സിനിമ ഉണ്ടാക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഈ പറയുന്ന സിസ്റ്റത്തോട്, അല്ലെങ്കിൽ ആ സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നവരുണ്ടാക്കിയ ഈ പറയുന്ന പലതരം പ്രതിസന്ധികൾ തരണം ചെയ്യുക എന്നുള്ളൊരു ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ഏരിയ കൂടി ഉണ്ടായിരുന്നു. അതെ, സിനിമ 2 തരം യുദ്ധങ്ങളുണ്ടല്ലോ. സിനിമ ഉണ്ടാക്കുക എന്നുള്ളൊരു യുദ്ധവും സിനിമ ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വേറൊരു യുദ്ധവും ആണ്. അപ്പോൾ ഞാനിപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമാണ്, ഇത് എൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് വളരെ സ്ട്രക്ചറൽ ഇഷ്യൂസാണത്. അത് പോളിസി വൈസ് മാറ്റണം. അതിൻ്റെ ഈ അവിടുത്തെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഈ കുറച്ചുകൂടെ എൻകറേജിങ് ആയിട്ട്, കുറച്ചുകൂടെ കംഫേർട്ടിൽ ഒരു ഡയറക്ടറെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സിനിമ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കാനാണ് ഇങ്ങനൊരു പ്രോജക്റ്റ്. അത് വളരെ ഒരു നല്ല മോഡലാണ്. ഇന്ത്യയിൽ അങ്ങനൊരു, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന്. സർക്കാർ ഫണ്ട് ചെയ്തിട്ടൊരു ഫിലിം, നമുക്ക് വേണമെങ്കിൽ സർക്കാരിന് എതിരായിട്ട് വേണമെങ്കിൽ ഒരു സിനിമയുടെ കഥ നറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലോ എന്ന് വേണമെങ്കിൽ സർഗാത്മകമായി ആലോചിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പക്ഷേ അത്രമേൽ ഒരു മാതൃകാപരമായ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സഫോക്കേഷനോ ട്രോമയോ ഉണ്ടാകുന്നത് സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടത് KSFDCയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് ഡയറക്ടറുടെ ഉത്തരവാദിത്തമല്ല. അത് ഇനിയെങ്കിലും അത് പരിഹരിച്ചില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. ഇപ്പം ചെക്കോസ്ലോവാക്യൻ അവിടെ നമ്മൾ പണ്ട് നമുക്കറിയാം, ജെറിമെൻസിലൊക്കെ സർക്കാർ ഫണ്ടിൽ നിന്ന് സിനിമ ചെയ്തിട്ടുണ്ട്. സർക്കാർ ഫണ്ടിൽ നിന്ന് സിനിമ ചെയ്തിട്ട് അവിടുത്തെ ഭരണകൂടത്തിനെതിരെ സിനിമ എടുക്കുകയും സർക്കാസ്റ്റിക് ആയിട്ട് എടുക്കുകയും പിന്നീട് അതിൻ്റെ നടപടി നേരിട്ടുകയും ചെയ്ത ആളാണ് ജെറിമെൻസ്. അപ്പോൾ അത് തന്നെ ഒരു സർഗാത്മക സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, ഇതിൻ്റെ ഫണ്ട് അലൊക്കേഷനുമായി ബന്ധപ്പെട്ടും ഒരു ഡയറക്ടറെ എന്തിനാണ് ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ വലിയ രീതിയിൽ പെട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു പ്രൊഡ്യൂസറെ കൊണ്ട് ഒരു പ്രോജക്റ്റിലേക്ക് എത്തിക്കാൻ സാഹചര്യം ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരെ എൻഹാൻസ് ചെയ്യുന്നതിന്, അവർക്ക് എൻകറേജ് ചെയ്യുന്നതിനാണല്ലോ ഈ പ്രോജക്റ്റ്. അവരപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ്. അതിൽ സാധാരണ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന നടപടിയേക്കാൾ മോശമായ തരത്തിലേക്ക് ഒരിക്കലും ഇത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അതാണ് ഉണ്ടായ പല വിമർശനങ്ങളിൽ വന്നത്. പക്ഷേ ഇപ്പോൾ അരികിനെ സംബന്ധിച്ചിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അത് കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. അപ്പോൾ നമ്മൾ സഹകരിച്ചുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ അത് നാളെയുള്ള ഒരു പ്രോജക്റ്റിനും ആ ഒരു സ്ഥിതി ഉണ്ടാവരുതെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും അഭിപ്രായമുണ്ട്. അങ്ങനെ അത് വളരെ പ്രൊട്ടക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവായിട്ട് അത് പരിഹരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അത് തുറന്നു പറയുന്നതിൽ ഒരു മടിയില്ല. കാരണം ഇത് സർക്കാരിൻ്റെ ഒരു മാതൃകാ പദ്ധതിയാണ്. അത് ഏതെങ്കിലും ചില ആളുകളുടെ ഈഗോൻ്റെ പുറത്ത് ഇല്ലാതാക്കപ്പെടേണ്ട ഒരു പദ്ധതിയല്ല. ഞാനത് എല്ലാ കാലത്തും ആ കൺസേൺസ് ഞാൻ അവിടെ അറിയിച്ചിട്ടുമുണ്ട്. അത് ഇപ്പോൾ തുറന്നു പറയുന്നതിൽ മടിയൊന്നും ഉണ്ടായിട്ടില്ല. അരികിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ശ്രീരാമൻ്റെ കഥയും കോവിലിൻ്റെ കഥയൊക്കെ കണ്ടിട്ടുള്ള ഒരു നാട്, ഒരു മേഖലയാണല്ലോ അത്. തട്ടകവും അല്ലെങ്കിൽ തോറ്റങ്ങളൊക്കെ പോലെ, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ എത്രയോ കഥകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരാളുണ്ടായിക്കൂടെ എന്ന് ആലോചിച്ചതാണ്. ഇപ്പോൾ ഒരേ സമയം ഭഗവതിയെ ഭയങ്കരമായിട്ട് കാവിൽ പോയി തുള്ളുകയും ഭഗവതിയെ ഇഷ്ടപ്പെടുകയും അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടാവാമല്ലോ. അയാൾക്ക് ചിലപ്പോൾ ഈ ഭഗവതിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരേ തലത്തിൽ അത്രമേൽ ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരിക്കാം. ചിലപ്പോൾ അയാൾ ദേവി എന്നെ ഒരു നിരീശ്വരവാദിയാക്കി തരണേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിച്ചേക്കാൻ ഇടയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ദളിതനായിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ വെറുതെ ആലോചിച്ച ചില ആലോചനകളിൽ നിന്നുണ്ടായൊരു കഥയാണ്.
അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു കഥ ആലോചിച്ച് ഇങ്ങനെ എടുത്തോന്ന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ചൊരു ഇതിൻ്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, ഇതിൻ്റെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കാസ്റ്റിങ്ങിലും മറ്റു കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് വർക്ക് ചെയ്തത്. ടെക്നിക്കലി എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നിയത് നേരത്തെ പറഞ്ഞ പോലെ അത്രയും നല്ല ഒരു ടെക്നിക്കൽ ക്രൂവിനെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ ഇത് തിയേറ്ററിലെത്തുന്നു, കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. യെസ്, താങ്ക് യു.